ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തംബ്നെയിൽ കണ്ടപോലെ തന്നെ നമ്മൾ ചെയ്യാൻ കൊണ്ട ഒരു ചെറിയൊരു സർജറിയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യാനൊരു സർജറി വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ലാഗായിട്ട് വീഡിയോ ഇടുന്നത്. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു വീഡിയോ ഇടുന്ന ഒരവസ്ഥയിലോട്ട് വന്നത് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ സിയാൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഞങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിയാന് സംസാരിക്കാൻ കുറച്ച് ലാഗാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വന്നിട്ട് 2 ദിവസത്തെ വീഡിയോ ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ സിയാങ്കുണ്ണിനെ സ്കൂളിൽ വിടണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സാധനങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ മിക്കവാറും തന്നെ മുട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾ ഒതുക്കുന്നത് കേട്ടോ. കാരണം ആരും തന്നെ കഴിക്കുന്നില്ല, പുട്ടുണ്ടാക്കിയാലും ആരും കഴിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ ബാലൻസ് വരുന്നതുകൊണ്ട് തന്നെ മുട്ടയിൽ ഇപ്പോൾ എല്ലാവരും ഒതുക്കി എല്ലായിടത്തും ഇങ്ങനെ കളയുന്നതുകൊണ്ട് മുട്ടയിലാട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ ഈ റൂമിൽ വന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അടുത്ത ദിവസത്തേക്കായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ മെഡിസിൻസ് എല്ലാം എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. രാവിലെ ഞാൻ അയൺ ടാബ്ലറ്റ് കഴിക്കും, പിന്നെ കാൽഷ്യം കഴിക്കും രാത്രി. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിലാണെങ്കിലും എനിക്ക് നേരത്തെ എനിക്ക് ബ്ലഡ് കുറവായിരുന്നു, കാൽഷ്യത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ സ്കിൻ കെയറും ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതൊക്കെ കാണാനും ഉണ്ട് കേട്ടോ. എൻ്റെ ഫേസിലൊക്കെ കാണാനായിട്ടും ഉണ്ട്. നേരത്തെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഇങ്ങനെ ഇമ്പ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഓരോരോ കാര്യങ്ങൾ. കാരണം സിയാൻ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് എനിക്ക് സിയാൻ്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കാനായിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി 2 ദിവസത്തേക്കാണ് അഡ്മിഷൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേ ഞാൻ നിവ്യയുടെ ഇത് ലിപ് ബാം യൂസ് ചെയ്യാറുണ്ടെന്ന് കാണിക്കാനായിട്ടായിരുന്നു കേട്ടോ അതെടുത്തത്. എനിക്ക് തണുപ്പുള്ള സമയത്ത് അതാണ് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ മമ്മിയുടെ ബ്രദറിൻ്റെ മോള് അവിടെ നിന്ന് സൗദിയിൽ നിന്ന് അയച്ചതാട്ടോ. അവൾ നേഴ്സാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഐറ്റംസ് സിയാൻകുട്ടിന് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാനിത് സിയാന് കൊടുത്തു പോലും ഇല്ല കേട്ടോ. കാരണം എല്ലാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവൻ അതെല്ലാം ആദ്യം എടുത്ത് നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ചായിട്ട് ഇങ്ങനെ കളർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ്സും സിയാന ഡ്രസ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ മാറ്റി ഞാൻ വേഗം എടുത്തതാട്ടോ. കിട്ടിയത് അങ്ങ് വേഗം എടുത്തതാണ്. അതേപോലെ തന്നെ അതേ വാട്ടർ കളറിൻ്റെ ഇങ്ങനെ പെന്ന് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതും ഭയങ്കര കൗതുകമായിരുന്നു. നമ്മൾ സ്കെച്ച് പെന്ന് പോലെ തന്നെയാണ്. ഇത് ഞാൻ 2-3 തവണയൊക്കെ സിയാന എഴുതാനായിട്ടൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും വായിൽ വെക്കാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി വെച്ചു. ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിള്ളേരുടെ ഒപ്പം തന്നെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പണിയാകും. ഇതെടുത്ത് വായിൽ വെക്കും, ഡ്രസ്സിൽ തേക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഞാൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ കുടിച്ചു. ഇത് നമ്മുടെ ഇലയാട്ടോ, ഈ തേയിലയുടെ ഇലയാണ്. അപ്പോൾ ഇലയായിട്ട് തന്നെ ഇങ്ങനെ പൊടിച്ചിട്ടല്ല, ഇലയായിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് എന്നാണോ എന്താ പറയട്ടെ എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് സ്വാദില്ല എന്നാൽ നമ്മുടെ ചായപ്പൊടിയുടെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതപ്പോൾ ഞാൻ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് പപ്പ തന്നതാട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ചായപ്പൊടി ഞങ്ങളുടെ ഈ മാസത്തെ ഇത് തന്നെയായിരുന്നു. പക്ഷെ കടുപ്പം ഭയങ്കര കുറവായിട്ട് തോന്നി കേട്ടോ. നമ്മൾ പാല് യൂസ് ചെയ്യുമ്പോൾ കടുപ്പിന് ലേശം കുറവാണ്. കട്ടൻ ചായയിട്ട് കുടിക്കാനായിട്ടാണെങ്കിൽ നല്ല അടിപൊളി ചായപ്പൊടിയാട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുന്ന സമയത്തൊക്കെ ഒന്നെങ്കിൽ ഞാൻ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചായയായിട്ടൊക്കെ ഞാൻ കുടിക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തെങ്കിലും വെള്ളം അകത്തേക്ക് പോകണ്ടേ. അപ്പോൾ അത് കാരണം അങ്ങനെ ഇത് ചെയ്യുന്ന കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സിയാൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തേച്ച് അയൺ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തതാണ്. ഇനിയും ഉണ്ട് കേട്ടോ അയൺ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. എൻ്റെയും മെല്ലിൻ്റെ ഒക്കെ ഡ്രസ്സ് ഇരിപ്പുണ്ടായിരുന്നു. കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഞാൻ ഒരുവിധം ഡാർക്ക് കളർ ഡ്രസ്സെല്ലാം ഞാൻ സിയാൻ്റെ എടുത്തു കേട്ടോ. കാരണം ഈ മരുന്നും ഇതൊക്കെ ബ്ലഡൊക്കെ എന്തെങ്കിലും വീണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് ഞാനങ്ങ് എടുക്കുക. അതുകൊണ്ട് എല്ലാം അലമ്പായി കേട്ടോ. ഒക്കെ കുഴച്ച് കൂട്ടി ഞാൻ എടുത്തു. കാരണം കുറേ ഡ്രസ്സൊക്കെ അവൻ്റെ ഈ പറയുന്ന പോലെ സ്കൂളിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ആട്ടോ. അപ്പോൾ അത് കാരണം അതെല്ലാം ഞാൻ മാറ്റിയിട്ട് ഡാർക്ക് കളറായിട്ടുള്ള വീട്ടിലിടുന്ന പറ്റിയ ഡ്രസ്സ്, അതായത് അവിടെ പുറത്താണെങ്കിലും ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സ് ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതേ ബാഗെല്ലാം ഞാൻ പാക്ക് ചെയ്ത് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചു കേട്ടോ. കാരണം സെയിം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവനെല്ലാം വലിച്ച് വാരി ഇടും കേട്ടോ. അപ്പോൾ അത് കാരണം ഇതെല്ലാം ഞാൻ കവറിൻ്റെ അകത്തൊക്കെ അവൻ്റെ ഡ്രസ്സ് മാറ്റി വെച്ചു, എൻ്റെ ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുറേ കവറും എടുത്തു കേട്ടോ. കാരണം നമുക്ക് ഈ ഹോസ്പിറ്റലിലാകുമ്പോൾ ഇതെല്ലാം വാഷ് ചെയ്ത് ഇടാനും പറ്റില്ലല്ലോ, മഴ
മഴക്കാലം തുടങ്ങിയില്ലേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സൂസു ആണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. അവൾ കൊണ്ടുവന്ന കുറേ ഐറ്റംസാണ്. സൂസന്ന എന്നാണ്, സൂസു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവൾ കൊണ്ടുവന്ന കുറേ ഐറ്റംസാണ് കേട്ടോ. ഇത് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റും ഇവനെ സിയാനായിരുന്നു കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വെച്ച് അവന് നല്ല അലമ്പാക്കി. ഇതൊക്കെ ഒരു ആദ്യത്തെ കുറച്ച് ദിവസത്തെ കൗതുകമാണ്. പക്ഷേ ഈ ഒരു സ്ലേറ്റ് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എഴുതി പഠിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് കണ്ടു ഹോസ്പിറ്റലിൽ പോയതാണെങ്കിൽ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം വാർഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഇത് സർജറി കഴിഞ്ഞിട്ട് ഉള്ള ഒരു കടപ്പാണ് കേട്ടോ. അപ്പോൾ ടങ് ടൈൻ്റെ സർജറിയാണ് കഴിഞ്ഞത്. ഒരു മൈനറായിട്ടുള്ള സർജറി ആയിരുന്നു. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ അവനെ തിയേറ്ററിൽ കയറ്റി ഞങ്ങളൊന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കഴിഞ്ഞു എന്നും പറഞ്ഞ് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിഞ്ഞൊരു സർജറി ആയിരുന്നു കേട്ടോ. അവനും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവനും നല്ല സൂപ്പറായിട്ട് ഇത് കണ്ടില്ലേ, സർജറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ചിരിയും കാര്യങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അവനും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആദ്യമൊന്നും ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് അവൻ ചെറിയ മടി കാണിച്ചു കേട്ടോ. ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുപ്പിയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ പാലും കാര്യങ്ങളെല്ലാം അവൻ കുടിച്ചു. അവൻ നല്ല ഉഷാറായിട്ട് ഇരുന്നു. ഡോക്ടർ അന്ന് തന്നെ വന്നായിരുന്നു. രാത്രിയായപ്പോൾ ഇങ്ങനെ നോക്കാനായിട്ട് വന്നായിരുന്നു. അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഓക്കെ നാളത്തേക്ക് ഡിസ്ചാർജ് ആയിക്കോ, കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം വാർഡായിരുന്നു. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ റൂമാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ നമ്മുടെ ഈ ഫുഡ് വെക്കുന്ന ടേബിളിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ ആൻറ്റിമാർക്ക് കഴിച്ചു കൊടുക്കാനായിട്ട് വേണ്ടി ഞാൻ ഇത് എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ ആരെയും ഒരുപാട് പേരെ അറിയിച്ചതുമില്ല കേട്ടോ ഇത്. കാരണം സർജറി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പ്രത്യേകിച്ചും പിള്ളേരുടെ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരെയും അറിയിച്ചില്ല. പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇതൊരു 10 മിനിറ്റിൻ്റെ സർജറിയാണ്, അത്രയേ ഉള്ളൂ, അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവൻ്റെ കുഞ്ഞല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യം നോക്കാനായിട്ട് വേണ്ടിയാണ് ഒരു ദിവസം കൂടെ കിടത്തിയെന്നുള്ളൂ എന്നും പറഞ്ഞു കേട്ടോ. സാധാരണ അന്ന് തന്നെ ചെയ്തിട്ട് അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ സിയാൻ്റെ കേസ് ആയതുകൊണ്ട് അവർ ഇത് ചെയ്യാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ.